ഹായ്, നമസ്കാരം പ്രിയ സിനിമാ സ്നേഹികളെ. ഈ ആഴ്ചത്തെ ഫിലിം റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ആഴ്ച നമ്മൾ തിയേറ്റർ റിവ്യൂ ചെയ്യുന്നത് അതിരടി എന്ന സിനിമയെക്കുറിച്ചാണ്. മിന്നൽ മുരളി എന്ന ലാൻഡ്മാർക്ക് ചിത്രത്തിന് ശേഷം മലയാള സിനിമയിലെ ഏറ്റവും ഡിമാൻഡുള്ള കോംബോ ആയി മാറിയ ടൊവിനോ തോമസും ബേസിൽ ജോസഫും വീണ്ടും ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളമായിരുന്നു. ആ പ്രതീക്ഷകളുടെ ഭാരത്തെ ഒരു പരിധിവരെ വളരെ സമർത്ഥമായി മറികടക്കാൻ നവാഗത സംവിധായകൻ അരുൺ അനിരുദ്ധന് കഴിഞ്ഞിട്ടുണ്ട്. 2 മണിക്കൂർ 37 മിനിറ്റ് നീളുന്ന അതിരടി ഒരു തനി നാടൻ തല്ലുമാല ടൈപ്പ് കളർഫുൾ ക്യാമ്പസ് എൻ്റർടൈനറാണ്. കഥാപരിസരവും തിരക്കഥയും നോക്കുവാണെങ്കിൽ കേരളത്തിലെ ഒരു പ്രമുഖ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പശ്ചാത്തലത്തിലാണ് സിനിമയുടെ കഥ നടക്കുന്നത്. ക്യാമ്പസുകളിൽ നമ്മൾ കാണാറുള്ള ഈഗോയും സൗഹൃദവും അടിപിടികളുമൊക്കെയാണ് സിനിമയുടെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത്. കോളേജിൽ മുമ്പ് നടന്ന ഒരു വലിയ കൂട്ടത്തലിനെ തുടർന്ന് അധികൃതർ നിരോധിച്ച ആരോഹൺ എന്ന ജനപ്രിയ കോളേജ് ഫെസ്റ്റിവൽ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരാനായിട്ട് സാംകുട്ടിയും, അതായത് ബേസിൽ ജോസഫാണ് ഈ കഥാപാത്രം ചെയ്യുന്നത്, സാംകുട്ടിയും കൂട്ടുകാരും നടത്തുന്ന ശ്രമങ്ങളിലൂടെയാണ് കഥ തുടങ്ങുന്നത്. കഥയിലെ പ്രധാന ട്വിസ്റ്റ് വരുന്നത് ഫെസ്റ്റിവലിലേക്ക് മുഖ്യ അതിഥിയായി വരാൻ സമ്മതിച്ച ഒരു പ്രമുഖ സെലിബ്രിറ്റിയെ മുമ്പ് ആ കോളേജിലെ വിദ്യാർത്ഥിയും ഇപ്പോൾ ലോക്കൽ മ്യൂസീഷ്യനുമായ തോട്ടക്കുട്ടൻ അഥവാ ശ്രീകുട്ടൻ ടൊവിനോ തോമസ് ആണ് ആ കഥാപാത്രം ചെയ്യുന്നത്. ചില വ്യക്തിപരമായ കാരണങ്ങളാൽ തട്ടിക്കൊണ്ടുപോകുന്നതോടെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ്. ഇവിടെ മുതൽ സിനിമയിൽ സാംകുട്ടിയും ശ്രീകുട്ടനും തമ്മിലുള്ള ഒരു പൂച്ചയും എലിയും കളിയായി മാറുകയാണ്. തിരക്കഥയുടെ പോസിറ്റീവ് നോക്കുവാണെങ്കിൽ രണ്ടാം പകുതിയിലെ ലൗഡ് കോമഡികളും ആക്ഷൻ സ്വീക്വൻസുകളും തിയേറ്ററിൽ ഓഡിയൻസിനെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. വൺ ലൈനറുകൾ പലതും തിയേറ്ററിൽ ചിരി പടർത്തുന്നുണ്ട്. തിരക്കഥയുടെ പോരായ്മ നോക്കുവാണെങ്കിൽ ഒന്നാം പകുതിയിൽ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്താൻ എടുത്ത സമയം അല്പം കൂടുതലായിരുന്നു. ചിലയിടങ്ങളിൽ ലോജിക്ക് പൂർണ്ണമായും മാറ്റി നിർത്തേണ്ടി വരുന്നുണ്ട്. എങ്കിലും എൻ്റർടൈൻമെൻറ്റ് വാല്യൂ നോക്കുവാണെങ്കിൽ അതിനെല്ലാം മറികടക്കുകയാണ്. അഭിനേതാക്കളുടെ പ്രകടനമൊക്കെ നോക്കുവാണെങ്കിൽ ടൊവിനോ തോമസ് ശ്രീകുട്ടൻ എന്ന കഥാപാത്രം അഥവാ തോട്ടക്കുട്ടൻ എന്നും അദ്ദേഹത്തിന് വിളിക്കുന്നത് അടിയും ഇടിയും മാത്രമല്ല, തനിക്ക് നല്ല നാടൻ കോമഡിയും വഴങ്ങുമെന്ന് ടൊവിനോ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഒരു ഗുണ്ടയുടെ ലുക്കിൽ വന്ന് പാവത്താനായി മാറുന്ന ശ്രീകുട്ടൻ പ്രേക്ഷകരുടെ കയ്യടി നേടുന്നുണ്ട്. ഇൻ്റർവെൽ ഫൈറ്റിൽ ടൊവിനോയുടെ സ്ക്രീൻ പ്രസൻസ് വളരെ മാസാണ്. ബേസിൽ ജോസഫ് സാംകുട്ടി എന്ന കഥാപാത്രമായാണ് വരുന്നത്. സംവിധായകൻ്റെ കുപ്പായം അഴിച്ചുവെച്ച് നടനായി മാറുമ്പോൾ ബേസിൽ എപ്പോഴും ഡബിൾ സ്ട്രോങ് ആണ്. ഒരു സാധാരണ ക്യാമ്പസ് പയ്യൻ്റെ നിസ്സഹായ അവസ്ഥയും എന്നാൽ എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചെടുക്കാനുള്ള വാശിയും ബേസിൽ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇരട്ട സഹോദരന്മാരുടെ വികാരങ്ങൾ കൈകാര്യം ചെയ്ത ഇമോഷണൽ സീനുകളിലും ബേസിൽ തിളങ്ങിയിട്ടുണ്ട്. മറ്റൊന്ന് വിനി ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ റിയൽ ലൈഫ് കാമിയോയാണ്. ഈ സിനിമയുടെ ഏറ്റവും വലിയ സർപ്രൈസ് പാക്കേജ് ഇവരാണ്. സ്വന്തം പേരിൽ തന്നെ സിനിമയിലെത്തുന്ന ഇവർ സ്വയം ട്രോളിക്കൊണ്ടാണ് സ്ക്രീനിലേക്ക് എത്തുന്നത്. ഷാൻ റഹ്മാൻ്റെ BGMനെ വിനീത് ട്രോളുന്ന രംഗങ്ങൾ തിയേറ്ററുകളിൽ കൂട്ടച്ചിരിയാണ് ഉണ്ടാക്കിയത്. റിയ ഷിബുവാണ് നായികയായ സ്വാതി വെറുമൊരു പ്രണയപ്പാവയല്ല, കഥാഗതിയെ മാറ്റിമറിക്കുന്ന ചില തീരുമാനങ്ങളെടുക്കുന്ന ശക്തമായ കഥാപാത്രമാണ്. റിയ തൻ്റെ വേഷം പക്വതയോടെ കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാൻ. മറ്റു കഥാപാത്രങ്ങൾ നോക്കുമ്പോൾ ഹാഷിറിൻ്റെയും ദർശന രാജേന്ദ്രൻ്റെയും കാമിയോ റോളുകൾ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ സിനിമയ്ക്ക് വലിയൊരു ഹൈപ്പ് നൽകുന്നുണ്ട്. ജിജോ ബേബിയുടെ സബ് ഇൻസ്പെക്ടർ വേഷം ക്രൈം ത്രില്ലർ മൂഡിൽ നിന്നും സിനിമയെ കോമഡി ട്രാക്കിലേക്ക് തിരിച്ചുവിടാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. സംവിധാന മികവും നിർമ്മാണ മൂല്യവുമൊക്കെ നോക്കുവാണെങ്കിൽ അരുൺ അനിരുദ്ധൻ്റെ സംവിധാനമാണ്. ഒരു തുടക്കക്കാരൻ്റെ യാതൊരുവിധ പരിഭ്രമവുമില്ലാതെയാണ് അരുൺ സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ക്യാമ്പസ് സിനിമകളുടെ സ്ഥിരം ഫോർമുലയിൽ നിന്നും മാറി ആക്ഷനും കോമഡിക്കും പ്രാധാന്യം നൽകിയുള്ള മേക്കിംഗ് ശൈലിയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. കളർ പാലറ്റുകളും ഫ്രെയിമുകളും വളരെ യൂത്ത്ഫുള്ളാണ്. പ്രൊഡക്ഷൻ ഡിസൈൻ ബേസിൽ ജോസഫ് എൻ്റർടൈൻമെൻറ്റ്സും ഡോക്ടർ അനന്തു എസ് എൻ്റർടൈൻമെൻറ്റ്സും നിർമ്മാണത്തിൽ ഒരു വീട്ടുവീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ.
ആരോഹൺ ഫെസ്റ്റിവൽ നടക്കുന്ന ആ വലിയ ക്യാമ്പസ് സൈറ്റും ലൈറ്റിംഗും തിയേറ്ററിൽ ഒരു വലിയ വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് സമ്മാനിക്കുന്നത്. സംഗീതവും പശ്ചാത്തലവും നോക്കുവാണെങ്കിൽ വിഷ്ണു വിജയിയുടെ മാജിക്കാണ് അത്. ഇന്നത്തെ യൂത്തിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി അറിയാവുന്ന മ്യൂസിക് ഡയറക്ടറാണ് വിഷ്ണു വിജയ്. ചിത്രത്തിലെ 2 ഗാനങ്ങൾ ഇതിനോടകം തന്നെ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ആ മാസ് നമ്പറുകളെല്ലാം തിയേറ്ററുകളെ ഇളക്കി മറിക്കുന്നുമുണ്ട്. പശ്ചാത്തല സംഗീതം ആക്ഷൻ രംഗങ്ങൾക്ക് BGM വളരെ ഊർജം നൽകുന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഹാഫിലെ ചില ഇമോഷണൽ ഡ്രാമകളിൽ BGM അല്പം ലൗഡായി പോയോ എന്ന് തോന്നിപ്പിച്ചേക്കാം. ഛായാഗ്രഹണവും എഡിറ്റിംഗും നോക്കുവാണെങ്കിൽ സാമുവൽ ഹെൻറിയുടെ ക്യാമറ ചലനങ്ങൾ അതിവേഗത്തിലുള്ള ആക്ഷൻ സീനുകളെ വളരെ കൃത്യമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ് സിനിമയുടെ ലാഗ് ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിൽ തിയേറ്റർ വൈബും പ്രേക്ഷക പ്രതികരണവും ഒക്കെ നോക്കുവാണെങ്കിൽ ബുക്ക് മൈ ഷോയിൽ 8.3 ഔട്ട് ഓഫ് 10 എന്ന മികച്ച റേറ്റിംഗോടെയാണ് ചിത്രം തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ പ്രേക്ഷകർക്കും യുവാക്കൾക്കും ഒരേപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഘടകങ്ങൾ ഇതിലുണ്ട്. ആദ്യ പകുതി കണ്ടിറങ്ങിയവർക്ക് ഒരു ശരാശരി അനുഭവം ആയിരുന്നെങ്കിൽ രണ്ടാം പകുതിയിലെ നോൺ സ്റ്റോപ്പ് കോമഡിയും ട്വിസ്റ്റുകളും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി മാറ്റി എന്ന് പറയുന്നതിൽ തെറ്റില്ല. പോസിറ്റീവുകളും നെഗറ്റീവുകളും ഒറ്റ നോട്ടത്തിൽ നോക്കുവാണെങ്കിൽ ടൊവിനോ ബേസിൽ കോംബോയുടെ തകർപ്പൻ കെമിസ്ട്രിയാണ് ഇതെന്ന് പറയാം. വിനീത് ഷാൻ കൂട്ടുകെട്ടിൻ്റെ രസകരമായ രംഗങ്ങളുണ്ട് എന്ന് പറയാം. വിഷ്ണു വിജയിൻ്റെ ട്രെൻഡിങ് പാട്ടുകളുണ്ട്. മികച്ച ആക്ഷൻ കൊറിയോഗ്രാഫിയുണ്ട്. നെഗറ്റീവ് വശങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ആദ്യ 30 മിനിറ്റിലെ നേരിയ ലാഗ് അനുഭവപ്പെടുന്നുണ്ട്. ചിലയിടങ്ങളിൽ ലോജിക് ഇല്ലായ്മ അനുഭവപ്പെടുന്നുണ്ട്. ക്ലൈമാക്സിലെ ചെറിയ വലിച്ചു നീട്ടൽ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. ഒരു ഫൈനൽ വെർഡിക്റ്റ് നോക്കുവാണെങ്കിൽ അതിരടി ഒരു ക്ലാസ് സിനിമയല്ല, മറിച്ച് തിയേറ്ററിൽ പോയി പോപ്കോണും കഴിച്ച് സുഹൃത്തുക്കൾക്കൊപ്പം ഉറക്കെ ചിരിച്ച് അടിച്ചു പൊളിച്ച് കാണാൻ പറ്റിയ ഒരു പക്ക മാസ് കോമഡി എൻ്റർടൈനറാണ് ഈ സിനിമ. ഈ വേനലവധി കാലത്ത് ധൈര്യമായി ടിക്കറ്റ് എടുക്കാം നിങ്ങൾക്ക്. റേറ്റിംഗ് പ്രേക്ഷകർ നൽകിയിരിക്കുന്നത് 3.5 ഔട്ട് ഓഫ് 5 ആണ്. തിയേറ്ററിൽ തന്നെ പോയി ഈ ഒരു ആവേശം അനുഭവിക്കുക എല്ലാവരും. നിങ്ങൾ ഈ സിനിമ ഇതിനോടകം തന്നെ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അഥവാ കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇതുവരെ സിനിമാ വിശേഷങ്ങൾ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. അടുത്തയാഴ്ച പുതിയ വിശേഷങ്ങളുമായി കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ സീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.